ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ, സഹൃദയ സൂരികളായ ആത്മഭാവങ്ങളെ. ഇന്ന് നമ്മുടെ മനന വിഷയം സീതാദേവിയുടെ തിരോധാനം എന്നതാണ്. ഭാഗം 4. ശ്രീരാമൻ്റെ അഭിലാഷമനുസരിച്ച് ലക്ഷ്മണൻ വാൽമീകിയെയും സീതാദേവിയെയും യാഗശാലയിൽ വരുത്തി. മഹർഷിയുടെ പിന്നാലെ യാഗശാലയിലേക്ക് മന്ദം മന്ദം നടന്നെത്തിയ വൈദേഹിയെ ദർശിച്ചതും സദസ്സർ പുളകിതഗാത്രരായി കൂപ്പുകൈകളോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. താതനും അമ്മയും വരുന്നത് കണ്ട കുമാരന്മാർ വേദിയിൽ നിന്നിറങ്ങി വാൽമീകിയെ വണങ്ങിയതിന് ശേഷം അമ്മയുടെ ഇരുഭാഗത്തും കൈപിടിച്ച് ഹർഷോല്ലാസത്തോടെ നിൽപ്പായി. പ്രിയപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെട്ട നിധി തിരിച്ചു കിട്ടിയ ആനന്ദം. അപ്പോൾ വാൽമീകി രാമനോടായി ഉറക്കെ പറഞ്ഞു, സംശുദ്ധയാണെന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് ഉപേക്ഷിക്കപ്പെട്ട ഗർഭിണിയായ സീതയെ ആശ്രമത്തിൽ താമസിപ്പിച്ചതും അയോധ്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ കുമാരന്മാർക്ക് അനുയോജ്യമായ വിദ്യകളെല്ലാം നൽകി ഇങ്ങോട്ടയച്ചതും. ഒരു വ്യാഴവട്ടക്കാലത്തോളം തപസ്വിനിയായി ആശ്രമത്തിൽ ജീവിച്ച ദേവിയെ ഞാനിതാ സീതയുടെ ഭർത്താവായ അയോധ്യാധിപതി ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കുന്നു. രാമചന്ദ്രൻ്റെ പ്രതികരണം പ്രജമാനസങ്ങളെ മഥിക്കുന്നതായിരുന്നു. സീതയുടെ വിശുദ്ധിയിൽ വിശ്വാസം മാത്രമല്ല, ദേവിയോട് ആദരവുമാണ്. മഹർഷിയെ, അങ്ങയോട് ആരാധനാഭാവവും സീതയെയും പുത്രന്മാരെയും സംരക്ഷിച്ചതിൽ കൃതജ്ഞതയുമുണ്ട്. കുട്ടികൾക്ക് യോഗ്യമായ ശിക്ഷണവും നൽകി അവരെ സർവകലാ വിശാരദന്മാരാക്കിയിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ജനാപവാദത്തെ ഭയന്ന് സ്ത്രീത്വത്തോട് ചെയ്ത അപരാധത്തിന് ഞാനത് മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കൈകൂപ്പി പാദം തൊട്ട് വന്ദിച്ചു. തക്ഷണം രാമചന്ദ്രൻ്റെ മുഖഭാവം മാറി. പിന്നീട് ഗംഭീരഭാവത്തോടെ ഉച്ചരിച്ച വാക്കുകൾ സദസ്സിനെ ആകെ ഞെട്ടിച്ചു. ഗുരുജനങ്ങളുടെയും ഈ ധാർമ്മിക സദസ്സിൻ്റെയും മുമ്പിൽ സീത പരിശുദ്ധയാണെന്ന് സത്യം ചെയ്യണം. അയോധ്യാധിപതി ശ്രീരാമൻ്റെ പത്നിയുമായ സീത ജനഹൃദയങ്ങളുടെ പരിശുദ്ധിയുടെ പ്രതീകമായി പരിലസിക്കണം. ഇത് കേട്ട് സീത നടുങ്ങിപ്പോയി.
പരീക്ഷണങ്ങൾ കൊണ്ട് പരവശയായ ആ സഹധർമ്മിണി ഭൂദേവിയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ രാമചന്ദ്രനെ മാത്രമേ ഹൃദയത്തിൽ പ്രാണനാഥനായി പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. മറ്റൊരു പരീക്ഷണത്തിന് അശക്തയായ എനിക്ക് അഭയം നൽകണമേ. വിഷാദം തടം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, ചേതനയറ്റ സദസ്സ്, ആനന്ദ നൃത്തമാടിയിരുന്ന ബന്ധുജനങ്ങൾ ചലനമറ്റ നിശബ്ദരായി. യാഗശാലയിൽ മിന്നലും കുലുക്കവും അനുഭവപ്പെട്ടു. സീത നിന്നിരുന്ന സ്ഥലം പിളർന്നു. ഒരു ദിവ്യ തേജസ്സിൻ്റെ പ്രഭാവലയത്തിലകപ്പെട്ടതുപോലെയായി സദസ്സ്. ശ്രീദേവി ഇരു കൈകളെ കൊണ്ടും മകളെ കെട്ടിപ്പിടിച്ച് ആ പിളർപ്പിലൂടെ അന്തർധാനം ചെയ്തു. അങ്ങനെ സീത ഇഹലോകത്തിൽ നിന്നും എന്നേക്കുമായി മറഞ്ഞു. പക്ഷേ സീതയുടെ പ്രഭാവം ഇന്നും ഭാരതീയ ജനഹൃദയങ്ങളെ അഗാധവും സർവസ്പർശിയുമായി സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൃക്സാക്ഷികൾ സ്തബ്ധരായി, കുശലവന്മാർ അന്താളിച്ചു പോയി. വസിഷ്ഠാദി ഗുരുജനങ്ങൾ സതീരത്നമായ സീതയുടെ ആകസ്മിക തിരോധാനം ഈശ്വരവിധിയെന്ന് സമാധാനിച്ചു. ആ സംഭവം ലോകാപവാദത്തിൽ നിന്നും സ്ത്രീക്ക് കിട്ടിയ മോചനമായി എന്ന് ഏവരും കണക്കാക്കി. മാതൃവിരഹ ദുഃഖിതരായ ലവകുശന്മാരെ അമ്മമാരും സീതാദേവിയുടെ സഹോദരികളും വാരി പുണർന്നു. അവർ സ്നേഹവാത്സല്യത്തോടെ ദുഃഖാർത്തനായ രാമനെയും സമാശ്വസിപ്പിച്ചു. മഹാലക്ഷ്മിയുടെ അവതാരമാണ് സീതാദേവി. ആ ദേവിക്ക് ഭൂമിദേവി അഭയം അരുളി എന്നീ സാന്ത്വന വാക്കുകളെ കൊണ്ടാണ് വസിഷ്ഠാദി ഗുരുജനങ്ങൾ രാമനെയും സഹോദരങ്ങളെയും അമ്മമാരെയും സമാശ്വസിപ്പിച്ചത്. അശ്വമേധ യാഗം പൂർത്തിയായി. ബന്ധുജനങ്ങളെല്ലാം യാത്രയച്ചതിന് ശേഷം കാഞ്ചന സീതാ പ്രതിഷ്ഠയെ യാഗവേദിയിൽ നിന്ന് അന്തഃപുരത്തിലെ ഒരു വിശിഷ്ട സ്ഥാനത്ത് കൊണ്ടുവന്ന് പൂജാവിഗ്രഹമായി പ്രതിഷ്ഠിച്ചു. ആ പവിത്ര സ്ഥലം ആരാധനാ കേന്ദ്രമായി. തലമുറകളായി ഇന്നും ആ സ്ഥലം സർവോത്കൃഷ്ടമായ സ്ത്രീത്വത്തെ
ഉദ്ഘോഷിക്കുന്ന ഒരു ദിവ്യ മന്ദിരമായി തീർന്നിരിക്കുന്നു. കുശലവന്മാരുടെ ലീലാവിലാസങ്ങളും രാമായണ കഥാപാരായണവും അവരുടെ പ്രതിഭയും പ്രഭാവവും അയോധ്യാപുരിക്ക് ആനന്ദപ്രദവും അനുഗ്രഹവുമായി. ദേവാലയങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും സജ്ജന സദസ്സുകളിലും രാമായണ പാരായണം അന്നു മുതൽ അനുഷ്ഠാനമായി ആചരിച്ചു പോരുന്നു. കർക്കടക മാസം രാമായണ മാസമായി കേരളത്തിൽ നാം ഇന്നും ആഘോഷിച്ചു വരുന്നു. അമ്മമാർ ജീവിത സായാഹ്നത്തിൽ രാമായണ കഥാപാരായണത്തിൻ്റെ മാധുര്യം നുകർന്ന് മക്കളെയും പുത്രന്മാരെയും പൗത്രന്മാരെയും കൊണ്ട് ശാന്തചിത്തരായി ഓരോരുത്തരായി യഥാകാലം പരലോകം പോകും. സീതാവിരഹം, സീതയ്ക്ക് നൽകിയ അഗ്നിപരീക്ഷണങ്ങൾ, ഈ ദുഃഖങ്ങൾ രാമഹൃദയത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും ഏകപത്നി വ്രതത്തിനും പ്രജാവാത്സല്യത്തിനും മാതൃകയായി ആദർശപുരുഷനായി ശ്രീരാമചന്ദ്രൻ ജനങ്ങൾക്ക് ആരാധനാ വിഗ്രഹമായിരിക്കുന്നു. ആത്മഭാവങ്ങളെ, ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുന്നു. സ്വസ്തി, ശുഭം ഭൂയാത്.